ഹായ്, ഞാൻ ഡോക്ടർ ഷെഹനാസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഗർഭിണികൾ അവസാനത്തെ 3 മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞിൻ്റെ അനക്കം. 5 മാസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അനക്കം എല്ലാ ഗർഭിണികളും അറിയും. കുഞ്ഞിന് അനക്കക്കുറവുണ്ടായാൽ ഉടനെ ഡോക്ടറെ കാണുകയും വേണ്ട പരിശോധനകൾ നടത്തുകയും വേണം. എങ്ങനെയാണ് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭിണികൾ ഇടതുവശം ചരിഞ്ഞു കിടന്ന് 1 മണിക്കൂറിൽ എത്ര മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 1 മണിക്കൂറിൽ മിനിമം 3-4 മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ബേബി ഓക്കെ ആണ്. അതിൽ കുറവാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക. അടുത്തതായി വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലീഡിംഗ്. ഗർഭിണികളിൽ പ്ലാസെൻറ്റ പ്രീവിയ, അതായത് മറുപിള്ള യൂട്രസിൻ്റെ താഴെയുള്ള സെഗ്മെൻറ്റിൽ വളരുന്ന ഒരു കണ്ടീഷനാണ് പ്ലാസെൻറ്റ പ്രീവിയ. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബ്ലീഡിംഗ് വരാം. അമിത രക്തസ്രാവം വന്നാൽ കുഞ്ഞിന് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ബ്ലീഡിംഗ് ആയാൽ നിമിഷ നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക. അടുത്ത ഒരു സിംറ്റമാണ് വിട്ടുവിട്ടുള്ള വയറുവേദന. വിട്ടുവിട്ടുള്ള വയറുവേദന ചിലർക്ക് പ്രസവ വേദനയുടെ തുടക്കമാവാം. ഈ വയറുവേദനയുടെ കൂടെ നടുവേദന, ബ്ലഡ് സ്റ്റെയിനിങ് ഉള്ള ഡിസ്ചാർജ്, വയർ കൂടെ ടൈറ്റ് ആവുന്ന ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക. മാസം തികയാതെ, അതായത് 37 ആഴ്ചയ്ക്ക് മുന്നേ ഇതേപോലെ വേദന വരുവാണെങ്കിൽ അതിനെ പ്രീടേം ലേബർ പെയിൻ എന്നും പറയാം. അതിനാൽ ഗർഭിണികൾ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വിട്ടുമാറാതെ കണ്ടിന്യൂസ് ആയി വിട്ട് വയറുവേദന വരുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. അടുത്തതായി തലവേദന. ഗർഭകാലത്ത് തലവേദന വളരെ സാധാരണയായി കാണുന്ന ഒരു ലക്ഷണമാണ്. പക്ഷേ അത് അമിത രക്തസമ്മർദ്ദം കാരണമാണോ എന്ന് പരിശോധിക്കണം. ഗർഭിണികളിൽ ബ്ലഡ് പ്രഷർ കൂടിയാൽ ഫിറ്റ്സ്, അപസ്മാരം പോലെ വരാനും തലച്ചോറിൽ ബ്ലീഡിംഗ്, ഇൻട്രാക്രേനിയൽ ബ്ലീഡിംഗ് ഉണ്ടാവാനും കുഞ്ഞിൻ്റെ അനക്കം നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ഒരുപാട് കൂടിയാൽ മറുപിള്ള, അതായത് പ്ലാസെൻറ്റ വിട്ടുപോയി ബ്ലീഡിംഗ് വരാനും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനാൽ BP ചെക്കപ്പ് എല്ലാ ഗർഭിണികളും കൃത്യമായി ശ്രദ്ധിക്കുക. BP കൂടി തലവേദന കൂടുവാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താനും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഗർഭിണികളും അവസാന 3 മാസം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്